വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പിന്തുണയ്ക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം.പി. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം സുതാര്യമായി മുന്നോട്ട് പോകണമെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പരിഹരിക്കുവാൻ ട്രൈബ്യൂണലിന് മുകളിൽ അപ്പീൽ നൽകുവാനുള്ള സംവിധാനം വേണമെന്നുമാണ് തന്റെയും പാർട്ടിയുടെയും നിലപാടെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഇത്തരം വിഷയങ്ങളിൽ തീർപ്പുണ്ടാകണം. ഒരു പൗരന്റെ അടിസ്ഥാനാവകാശങ്ങളിൽ കോട്ടം സംഭവിക്കരുത്. ബില്ലിന്റെ വിശദാംശങ്ങൾ പരിഗണിച്ച് എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റു മതസ്ഥരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നാണ് ബില്ലിലെങ്കിൽ എതിർക്കും. വഖഫ് ഭൂമികൾ സംരക്ഷിക്കുന്നതിനെ വീഴ്ച വരുത്തുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും പിന്തുണ നൽകില്ല. ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണ്. മണിപ്പൂർ പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടാകാതെ യോജിച്ചു നിൽക്കണമെന്നാണ് ചിന്ത. സദുദ്ദേശത്തോടെയാണ് അഭിപ്രായം പറഞ്ഞത്. തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേന്ദ്ര വഖഫ് നിയമത്തെ പാർലമെന്റിൽ പിന്തുണയ്ക്കും. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന നിലയിലും പുതിയ കേന്ദ്ര വഖഫ് നിയമത്തോട് 100% യോജിക്കുന്നു. തന്റെയും പാർട്ടിയുടെയും സുവ്യക്തമായ നിലപാട് അതാണ്. പാർലമെന്റിൽ ബിൽ വരുമ്പോൾ ആ നിലപാട് വ്യക്തമാക്കി പിന്തുണയ്ക്കുമെന്നുമായിരുന്നു മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ നിരാഹാര സത്യാഗ്രഹ സമരത്തിൽ അദ്ദേഹം പറഞ്ഞത്. മുനമ്പത്ത് സ്വാഭാവിക നീതി ഉറപ്പാക്കണം, അതിൽ മായം ചേർക്കരുത്. അക്കാര്യത്തിൽ വളരെ ഉറച്ച നിലപാടുകാരാണ് തങ്ങൾ. ബില്ലിന്റെ ചർച്ച നടക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കും. അതിലൂടെ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കഴിയും. കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ബില്ല് അവതരണത്തിൽ നിന്ന് പിന്നോട്ട് പോവരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ എന്താണെങ്കിലും ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വേണ്ടത്. ഒന്ന്, ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ഏതെങ്കിലും ഒരു സ്ഥലം ഏറ്റെടുക്കാനോ ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമാണ്, പാടില്ല എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട്. ആരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു ഏകപക്ഷീയമായി ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ബോർഡിന് ഇതുപോലുള്ളൊരു അധികാരം നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇങ്ങനെ അധികാരം, സൗദി അറേബ്യയിൽ പോലും ഇങ്ങനെ അധികാരമില്ല, ഒരു സമ്മതിക്കില്ല. ഇല്ല, വഖഫില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമിതികൾക്ക് ഇങ്ങനെ ഒരു അധികാരം, ഇംഗ്ലീഷിൽ പറയും ഡ്രാക്കോണിയൻ ലോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർദ്ദയമായ നിയമത്തിനാണ് അങ്ങനെ വിശേഷണം പറയുന്നത്. ഇതങ്ങനെയുള്ള നിർദ്ദയമായ ഒരു വകുപ്പാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായി ഇത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാർക്കും ചോദ്യം ചെയ്യാൻ വയ്യ എന്നുള്ളൊരു നിയമം ഇന്ത്യ പോലെ 75 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള നിയമം പാടില്ല. അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. പാർലമെന്റിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരിക്കും, ഒരു മാറ്റവും അതിനകത്തുണ്ടാവില്ല. മറ്റൊന്ന്, അപ്പീൽ പ്രൊവിഷൻ. നമുക്കിവിടെ നമ്മുടെ കോടതി സംവിധാനങ്ങൾ അറിയാം. നമുക്ക് സുപ്രീം കോടതി വരെ ഏത് കാര്യത്തിലും നമുക്ക് അപ്പീൽ പോകാനുള്ള അവകാശം നമുക്കുണ്ട്. ഇത് ട്രൈബ്യൂണലുകൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന അപ്പീൽ പോകാനുള്ള അവകാശം തീർന്നു എന്ന് പറയുന്ന ഏർപ്പാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല. കോടതിയുണ്ട്, ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ ആ തീരുമാനം ന്യായവും യുക്തമാണെന്ന് നമുക്ക് തോന്നിയാൽ ഓക്കെ. അതല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് പോകാനുള്ള ഒരു സംവിധാനം വേണം. അതാണ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ വരുന്നത്. അതായത് നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം, ആ അപ്പീലിൽ ന്യായമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വാദിക്കാം. ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. അതാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിനോട് 100% ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നു. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെൻറ്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുന്നത് വ്യക്തമാക്കിയിരിക്കും. അത് നമ്മൾ പിന്തുണച്ചിരിക്കുക, യാതൊരു സംശയ കാര്യത്തിലില്ല. കാരണം